തിരുവനന്തപുരം കോർപ്പറേഷനിൽ പരാജയഭീതി കനത്തതോടെ എന്തും ചെയ്യുമെന്ന അവസ്ഥയിൽ നെട്ടോട്ടമോടുകയാണ് CPM. വോട്ട് പിടിക്കാനെത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ ഭയം വീട്ടിലേക്ക് അടിക്കുന്ന നായയൊന്നുമല്ല, തെരുവിൽ ആരെയും ഓട്ടിച്ചിട്ടടിക്കാൻ വെമ്പി നടക്കുന്ന CPM ഗുണ്ടകളെയും CPM സ്ഥാനാർത്ഥികളെയുമാണ് ഇപ്പോൾ മറ്റു സ്ഥാനാർത്ഥികൾ പേടിക്കുന്നത്. ഇന്നത്തെ CPM സ്ഥാനാർത്ഥി ഗുണ്ടകളുടെ ആക്രമണം കണ്ണമ്മൂലയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പ്രസ് ക്ലബിൻ്റെ മുൻ സെക്രട്ടറിയുമായിരുന്ന M. രാധാകൃഷ്ണനെതിരായിട്ടാണ്. രാധാകൃഷ്ണൻ കണ്ണമ്മൂല വാർഡിൽ ജയിച്ചു കയറുമെന്ന ഭീതി കൊണ്ടാണ് ഈ CPM ആക്രമണം. PMG തൊഴിൽ ഭവനിൽ ജില്ലാ ലേബർ ഓഫീസറുടെ മുന്നിൽ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്കെത്തിയ കണ്ണമ്മൂലയിലെ സ്വന്തം സ്ഥാനാർത്ഥി M. രാധാകൃഷ്ണൻ, പ്രസ് ക്ലബ് സെക്രട്ടറി PR പ്രവീൺ, ഇലക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് വിമൽ ജോസ് എന്നിവരെ CPI നേതാവും വഞ്ചിയൂർ വാർഡിലെ LDF സ്ഥാനാർത്ഥിയുമായ വഞ്ചിയൂർ ബാബു, ഷാഹിൻ, അജിത് പ്രസാദ് എന്നിവർ ചേർന്നാണ് ഭീകരമായി മർദ്ദിച്ചത്. പാളയം മുൻ ഏരിയ സെക്രട്ടറിയാണ് വഞ്ചിയൂർ ബാബു. ഷാഹിൻ ആകട്ടെ DYFയുടെ ജില്ലാ പ്രസിഡന്റും. അജിത് പ്രസാദ് ആകട്ടെ നിലവിലെ വഞ്ചിയൂർ കൗൺസിലർ ഗായത്രി ബാബുവിൻ്റെ PAയും. ഗായത്രി ബാബുവിൻ്റെ അച്ഛനാണ് ഈ CPM ഗുണ്ട വഞ്ചിയൂർ ബാബു. നേരത്തെ ABVP പ്രവർത്തകരെ വഞ്ചിയൂരിട്ട് മർദ്ദിച്ചതും ബാബുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു. റിട്ടേണിംഗ് ഓഫീസറുടെ മുറിയുടെ മുന്നിലിട്ടാണ് രാധാകൃഷ്ണനെയും പ്രസ് ക്ലബ് സെക്രട്ടറി പ്രവീണിനെയും ഒക്കെ മർദ്ദിച്ചത്. മുതുകിനെ പലതവണ ഇടിക്കുകയും ചവിട്ടുകയും തലയിൽ അടിക്കുകയും ചെയ്തെന്ന് മർദ്ദനമേറ്റ 3 പേരും മ്യൂസിയം പോലീസിൽ മൊഴി നൽകി. ഇതോടെ മ്യൂസിയം പോലീസ് കേസെടുക്കുകയും ചെയ്തു. രാധാകൃഷ്ണൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന 4000 രൂപയും പ്രവീണിൻ്റെ മൊബൈൽ ഫോണും ആക്രമണത്തിൽ നഷ്ടപ്പെടുകയും ചെയ്തു. വഞ്ചിയൂർ കണ്ണമ്മൂല വാർഡുകളിൽ CPM പരാജയപ്പെടുമെന്നും വഞ്ചിയൂർ ബാബുവും മകളും മാറി മാറി മത്സരിക്കുന്നതാണ് ഈ പരാജയത്തിന് കാരണമെന്നും ഒരു ഓൺലൈൻ മാധ്യമം സ്റ്റോറി ചെയ്ത് അതിൻ്റെ ഉത്തരവാദിത്തം തിരുവനന്തപുരം പ്രസ് ക്ലബിനാണെന്ന് ആരംഭിച്ചാണ് ബാബു അപ്രതീക്ഷിതമായി മർദ്ദനം ആരംഭിച്ചത്. പിടിച്ചു മാറ്റാനെത്തിയ വിമൽ ജോസിനെ ഷാഹിൻ കർണത്തടിക്കുകയായിരുന്നു. തലസ്ഥാനത്ത് ഗുണ്ടായുസം കാട്ടുന്നതിൽ CPM ഒട്ടും പുറകിലല്ലെന്ന് ഹൈക്കോടതി വരെ പരാമർശിച്ചിരുന്നു. കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റാൻ മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഓഫീസിലെ ജീവനക്കാർ ഇടപെട്ടു എന്നതിൻ്റെ തെളിവ് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ഹൈക്കോടതിയുടെ ഈ പരാമർശം. വൈഷ്ണവിക്ക് മത്സരിക്കുന്നതിനുള്ള വിലക്ക് അടിയന്തരമായി നീക്കണമെന്നായിരുന്നു ഹൈക്കോടതി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരായ പരാതിയിൽ അന്വേഷണ ചുമതലയില്ലാത്ത മേയറുടെ ഓഫീസിലെ 2 ജീവനക്കാരാണ് വൈഷ്ണവ ഹാജരാക്കിയ രേഖകളിലുള്ള വീടുകളിലെത്തി അവിടെ താമസിക്കുന്നതിൽ നിന്നും വൈഷ്ണവ ഇവിടെ താമസിക്കുന്നില്ല എന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങിയത് എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. തങ്ങളാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്, 2 വർഷമായി മറ്റാരും ഇവിടെ ഇല്ലെന്നാണ് ഇവർ വ്യാജമായി എഴുതി വാങ്ങിയത്. അന്തിമ വോട്ടർ പട്ടികയിൽ സ്ഥാനാർത്ഥിയായ വൈഷ്ണവയുടെ പേരിനൊപ്പം രേഖപ്പെടുത്തിയ വീട്ടു നമ്പറിൽ വൈഷ്ണവ താമസിക്കുന്നില്ലെന്നും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കണം എന്നുമായിരുന്നു CPM ബ്രാഞ്ച് അംഗം ധനേഷ് കുമാറിൻ്റെ പരാതി. തുടർന്ന് ക്ലർക്ക് GM കാർത്തിക് നടത്തിയ അന്വേഷണത്തിൽ ആ വീട്ടിൽ വൈഷ്ണവ താമസിക്കുന്നില്ല എന്ന് കണ്ടെത്തിയത്രേ. സൂപ്രണ്ട് R. പ്രതാപേന്ദ്രൻ നടത്തിയ ഹിയറിംഗിൽ വൈഷ്ണവ നൽകിയ രേഖകൾ പരിശോധിക്കാതെ കാർത്തികയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വൈഷ്ണവയുടെ വോട്ട് ഒഴിവാക്കാമെന്ന് ശുപാർശ ചെയ്തു. തൊട്ടു പിന്നാലെ ഇലക്ട്രൽ ഓഫീസർ കൂടിയായ അഡീഷണൽ സെക്രട്ടറി V. സജികുമാർ വൈഷ്ണവയുടെ പേര് ഒഴിവാക്കി. എന്തായാലും കാർത്തികയെയും സൂപ്രണ്ട് പ്രതാപചന്ദ്രനെയും സസ്പെൻഡ് ചെയ്ത് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് വീണ നായർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വൈഷ്ണവയുടെ പേരൊഴിവാക്കാനുള്ള അന്വേഷണത്തിൽ ക്ലർക്ക് GM കാർത്തികയെയും ഹിയറിംഗ് നടത്തിയ സൂപ്രണ്ട് പ്രതാപേന്ദ്രൻ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നും മേയറുടെ ഓഫീസിന് ഇതിൽ പങ്കൊന്നുമില്ല എന്നുമാണ് കോർപ്പറേഷനിലെ ഇലക്ഷൻ സെൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും CPMക്കാർ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നെട്ടോട്ടമോടുകയാണ് പരാജയ ഭീതി കൊണ്ട്. അതുമൂലം മറ്റ് സ്ഥാനാർത്ഥികളാകട്ടെ ആകെ ഭീതിയിലുമാണ്. പക്ഷേ കളി BJP സ്ഥാനാർത്ഥികൾ എടുക്കരുത് എന്ന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് BJP ഇലക്ഷൻ നേതൃത്വം.